നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുക്കള ജോലി എളുപ്പമാക്കാനായിട്ടുള്ള ഒരു 10 കിച്ചൺ ഹാക്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൊച്ചു അടുക്കളയിലെ ഒരു ഷെൽഫ് ഓർഗനൈസിംഗും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഹോൾ വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്. എൻ്റെ അടുക്കളയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നോക്കിയപ്പം കുപ്പിക്ക് കുഴപ്പമൊന്നുമില്ല, കുപ്പിയെല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണുള്ളത്. പക്ഷേ അടപ്പ് ഫുള്ള് അതിൻ്റെ കോട്ടിങ് എല്ലാം പോയി വൃത്തിയില്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടപ്പ് മാത്രമല്ലേ പ്രശ്നമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടപ്പിന് പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇപ്പം ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. 200 രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് എന്നാണ് തോന്നുന്നത്. ബ്ലാക്ക് ആണ്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അടിക്കരുത്. ഒരു കാർഡ്ബോർഡിലോ മറ്റോ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കണം. എന്നിട്ട് മാത്രം ഡയറക്റ്റ് നമ്മൾ എന്തിൻ്റെ മുകളിലാണോ പെയിൻറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുപ്പിച്ച് വെച്ച് സ്പ്രേ ചെയ്യരുത്. കുറച്ച് ദൂരെ വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. അപ്പോഴേ നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ അടിച്ച പാട് ശരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ കുറച്ച് ദൂരെ വെച്ചിട്ടാണെങ്കിൽ എല്ലാം നല്ല ശരിക്കും നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ടൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ബ്ലാക്ക് ആണ് കേട്ടോ. ഗ്ലോസിയും കിട്ടും, മാറ്റ് ഫിനിഷിങ്ങും കിട്ടും. അപ്പോൾ ഞാൻ അടിക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ അത് എല്ലാം അടിച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. തൊട്ട് നോക്കി ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുത്താൽ മതി. അപ്പം അടപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നേരത്തെ അടപ്പേ അല്ല. അപ്പോൾ നമ്മുടെ പഴയ കുപ്പിയിൽ അടച്ച് വെക്കുമ്പോഴത്തേക്കും പുതിയ കുപ്പിയായിട്ട് മാറി. ഈ കുപ്പിയും കുറേ മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഈ സെറ്റായിട്ട് വാങ്ങിച്ചത് തന്നെയാണ്, ഒരേ സൈസിലുള്ളത്. ലിങ്ക് കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കുറേ ആയി, എന്നിട്ടാണ് അതിൻ്റെ കളറൊക്കെ പോയത്. പക്ഷേ കുപ്പിയൊന്നും ആയിട്ടില്ല. ഞാൻ കുപ്പിയിലുണ്ടായിരുന്ന എല്ലാം വേറെ വേറെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് തിരിച്ച് ഇട്ട് വെക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? ഇപ്പോൾ നമ്മുടെ ഷെൽഫ് നോക്കിയപ്പോൾ ഷെൽഫിൻ്റെയും പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴും ശരിയായില്ല. അപ്പോൾ വിചാരിച്ച് ജസ്റ്റ് പെയിന്റ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷെൽഫിൻ്റെ ഇടയിലൊക്കെ ഗ്ലാസിൻ്റെ പാർട്ടീഷനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ് പാർട്ടീഷൻ സൈതാറിന് എനിക്ക് എടുത്തു തന്നാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പെയിന്റ് അടിക്കുന്ന സമയത്ത് സൈഡിലേക്കൊക്കെ തെറിക്കുമല്ലോ. പിന്നെ ഈ ഷെൽഫിൽ ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പം നമ്മൾ വീട് വെച്ചതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല, ഒരു മെയിൻ്റനൻസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ക്രാക്ക് ഒന്ന് അടയ്ക്കാനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് പഴയ കത്തിയോ പഴയ പാത്രമൊക്കെ എടുത്താൽ മതി. തേച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ ആ തുണി വെച്ചങ്ങ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ലായിക്കോളും. അപ്പോൾ ഞാനത് സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വേറെ കളറായിരുന്നു. അങ്ങനെ പിന്നെ അത് പകുതിക്ക് വെച്ച് നിർത്തി. പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വീടിന് പെയിൻറ്റ് അടിച്ച പെയിൻറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മുകളിൽ. അത് എടുത്ത് കുറച്ച് തിന്നറും കൂട്ടിയിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ പെയിൻറ്റാണ്. ഇപ്പോൾ ഈ പെയിൻറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം മുഴുവൻ വെക്കേണ്ടി വരും കേട്ടോ. ഒരു ദിവസം വെച്ചാൽ രാത്രി പെയിൻറ്റ് ചെയ്താൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉണങ്ങിക്കോളും. അപ്പോൾ ഞാൻ രാത്രിയാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങാം. അതുകൊണ്ട് ഞാൻ ആദ്യം സ്പ്രേ പെയിൻറ്റ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പറ്റിയില്ലല്ലോ. രാവിലെ ആയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് പാർട്ടീഷൻ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി എല്ലാം എടുത്ത് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാ പെയിൻറ്റടി എല്ലാം കഴിഞ്ഞു. എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര, ചായപ്പൊടി ഉണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടുക്, ജീരകം, ഉലുവ, പെരിഞ്ജീരകം, കുരുമുളക്, അങ്ങനെ തന്നെ. അതിപ്പോൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ എടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്ക് ഒരു യുണീക്കായിട്ട് തോന്നും. പിന്നെ ഇത് നമ്മുടെ മീഷോന്ന് വാങ്ങിയ പഞ്ചസാര പാത്രവും ചായപാത്രവും അതുമായിട്ട് മാച്ച് ചെയ്ത തരത്തിൽ ഞാൻ ജസ്റ്റ് അതിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചു എന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള പെയിന്റ് അടിക്കാം. അപ്പോൾ ഗോൾഡൻ പെയിന്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ പെയിന്റ് അടിക്കാം. മുമ്പ് പഞ്ചസാര ഇട്ട് വെച്ചിരുന്ന പാത്രം കേട്ടോ, ഇത് ഞാനൊന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഒരു പെയിന്റ് എടുത്തപ്പം അങ്ങനെ അടിക്കാൻ തോന്നി. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. വേറെ എവിടെ ഉണ്ടാവില്ല, നമുക്ക് മാത്രമേ യുണീക്കായിട്ടുള്ള ഒരു പാത്രങ്ങളും അടപ്പുകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു കിച്ചൺ ഷെൽഫ് കിട്ടും. വേണമെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ തീമിനനുസരിച്ചുള്ള ആ കളർ നമുക്ക് അതിൻ്റെ മേലെ അടിച്ചു കൊടുക്കാം. അത് നോക്കി വാങ്ങിച്ചാൽ മതി. വലിയ റേറ്റ് ഒന്നുമില്ല. ആ ഒരു പെയിന്റിന് 200 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ അതിൻ്റെ റേറ്റ്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടാം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണത്. ഇത് കുറേ കാലമായിട്ടോ എൻ്റെ കയ്യിലുണ്ടായിട്ട്. നല്ല സുഖമാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഇവിടെ ഒരു അടപ്പുണ്ട്, അത് തുറന്നിട്ട് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടപ്പങ്ങ് സ്ലൈഡ് ചെയ്തിട്ടങ്ങ് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുപയറും കടലയും വൻപയറും ചെറുപയർ പരിപ്പും ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ പൊടികൾ, റവ, പത്തിരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാം. അതേപോലെ തന്നെ വേറെ പാത്രം വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതായിരുന്നു വാങ്ങിച്ചത്. ഇത് കുറച്ചുകൂടെ വലുപ്പമുണ്ട്, പക്ഷേ ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ട്രാൻസ്പെറന്റ് അല്ല. പക്ഷെ ഇത് നല്ല ട്രാൻസ്പെറന്റ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ഇത് നല്ല ട്രാൻസ്പെറന്റ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതുപോലെയും തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോണത് ഈ ഒരു പാത്രമാണ്. എള്ളും പിന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അങ്ങനത്തെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പാത്രമല്ല, ഇങ്ങനെ കറക്കാനായിട്ട് പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ് ഇതിനകത്ത്. ഇത് ചെറുതൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല എടുക്കാനായിട്ട്. സമയത്ത് വലിയ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കൊക്കെ ഇവിടെയൊക്കെ തട്ടും ഒക്കെ ചെയ്യില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. അത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ച്, ഒരെണ്ണം ഇനി ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കണം. ഇത് എടുത്തില്ല. ഇതിൻ്റെ അടിയിലൊരു വീലുണ്ട്. ഇതാണ് കിടന്ന് കറങ്ങുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വെയിറ്റ് ഉണ്ടാകുമ്പം പെട്ടെന്ന് കറങ്ങി വരും. ഇതിപ്പോൾ അത്രയും അങ്ങോട്ട് പെട്ടെന്ന് കറങ്ങുന്നില്ല, പക്ഷേ ഇതിന് വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് കറങ്ങും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 ആണ് ഒരെണ്ണത്തിന്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഇത് പക്ഷേ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്. 2 എണ്ണം വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ 2 എണ്ണം വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ മുകളിലത്തെ തട്ടിൽ ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ വാനില പിന്നെ സ്ക്യൂറും ഒക്കെ വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എപ്പോഴും അത്യാവശ്യമുള്ളൊരു സാധനമാണ് കൈയൊക്കെ പൊള്ളുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ള ഈ ഒരു ക്രീം. അപ്പോൾ അതും അവിടെ തന്നെ വെച്ചേക്കും, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ പറ്റാറുണ്ട്. ഏറ്റവും മുകളിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ഗ്ലാസ് ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. അത്യാവശ്യം എടുക്കാനായിട്ടുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുറത്ത് ഷെൽഫിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയിലെ കൊച്ച് ഷെൽഫ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തതാണ്. അപ്പോൾ എളുപ്പമല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെയിന്റ് അടിക്കാനൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കൈക്കൊക്കെ ഇടയ്ക്ക് വയ്യാതൊക്കെ ആയതിനു ശേഷം പിന്നെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ കാലം കൂടിയിട്ടാണ് ഈ പരിപാടി ഒന്ന് ഒപ്പിച്ചെടുത്തത്. പിന്നെ നമ്മുടെ ഈ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് ഈ ഒരു ചുമരിൻ്റെ ഗ്യാപ്പിലുള്ളതാണ് കേട്ടോ. ചുമരിട്ട് തുളച്ചിട്ടുള്ള ഒരു ഷെൽഫാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നമുക്ക് എപ്പോഴും തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തുറന്ന് അവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് അവിടെ ഒട്ടിയിരുന്നുള്ളൂ. ഇത് നമുക്ക് നേരെ ഡൈനിങ് ടേബിളിലേക്കുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈവ് അപ്പമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അപ്പം ഉണ്ടാക്കുക, ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടുന്ന് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇത് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾ വീടുണ്ടാക്കുന്ന സമയത്ത് ഓപ്പൺ കിച്ചൺ വേണോ എന്നൊരു സംശയത്തിലായിരുന്നു. പിന്നെ അവസാനം വേണ്ടാന്ന് വെച്ചു. ഓപ്പൺ കിച്ചൺ വേണ്ട, അത് കാരണം നമുക്കൊരു പ്രൈവസി ഉണ്ടല്ലോ. എപ്പോഴും എനിക്ക് അടുക്കളയിലായിരിക്കും ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണും. അപ്പോൾ അത് നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേണ്ട. എന്നാൽ ഒരു ഓപ്പൺ കിച്ചന്റെ ഒരു ഫീലും വേണം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വെച്ചതാണ്. ഒരു ജസ്റ്റ് ആ ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു ഡോർ വെച്ചു. ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ജസ്റ്റ് അങ്ങ് അടച്ചു വെക്കാം. അവിടെ ഒരു കൊളുത്തും ഉണ്ട്, അത് വെച്ചിട്ടങ്ങ് അടച്ചു വെക്കാം. അപ്പം നമുക്ക് ഉണ്ടാവില്ലേ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനത്തെ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും സാധിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് അത്യാവശ്യമുള്ള കത്രികയും പിന്നെ ബ്രഷും കേക്കിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. എപ്പോഴും കേക്ക് ഉണ്ടാക്കലുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇത് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ഷെൽഫ് ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ. എല്ലാവരും വീട്ടിലൊക്കെ ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാൻ ചെയ്ത കാര്യമൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഷെൽഫ് ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. മെറ്റൽ സ്റ്റാൻഡാണ്, സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3 തട്ടായിട്ടാണുള്ളത്. നമ്മൾ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഒതുങ്ങിയിരിക്കും. അതായത് സ്പേസ് അധികം കൺസ്യൂം ചെയ്യാതെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തട്ടായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 699 റുപ്പീസാണ്. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് കാണാം. ഇത് എൻ്റെ കയ്യിൽ കുറേ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അടുക്കളയിൽ നിന്ന് അടുപ്പത്തു നിന്നൊക്കെ ചൂടുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനായിട്ടും പിന്നെ ഡൈനിങ് ടേബിളിൽ നമ്മൾ ചൂടുള്ള കറികളൊക്കെ ഉള്ള പാത്രമൊക്കെ കൊണ്ട് വെക്കുമ്പോൾ ടേബിളൊന്ന് സേഫ് ആക്കാനായിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഇതൊരു 3 സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 റുപ്പീസാണ്. ഇനി അടുത്ത ആയിട്ടാണ് ഇത്. കാണുമ്പോൾ കുഞ്ഞനാണെങ്കിലും കുറച്ച് വലിയ സാധനമാണ്, തീരെ കുഞ്ഞല്ല. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റമാണ്. നമുക്കിത് പച്ചക്കറി സ്റ്റീം ചെയ്യാം, പഴം പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടായിട്ട് വലിയ ഇഡ്ഡലി ചെമ്പും ഒന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വെജിറ്റബിൾസും പഴവും ഒക്കെ ഒന്ന് ആവി കയറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ ആവി കയറ്റി എടുക്കേണ്ട ഐറ്റംസ് എല്ലാം ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഏത് സൈസിലുള്ള പാത്രത്തിനുള്ളിൽ ഇത് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ സൈസ് ആണെങ്കിൽ പോലും ഇത് വളരെയധികം ചെറുതാക്കിയിട്ട് വെക്കാം. ഇതിപ്പോൾ പല സൈസിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ ചെറിയതാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 349 റുപ്പീസാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ വലുതുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പിടിയൊക്കെ കുറച്ചുകൂടെ വലുതാണ്. അതിനൊരു 600
സംതിങ് 699 അങ്ങനെ എന്തോ ആണുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴേട്ടേക്കാം. ഇനി അടുത്ത ഐറ്റമാണ് ഇതെന്ന് പറയുന്നതല്ലോ, നമുക്ക് അടപ്പ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇത് അടപ്പാണ്, സിലിക്കോണിൻ്റെ അടപ്പുകളാണ് കേട്ടോ. പാത്രമൊക്കെ അടച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, വലിച്ചങ്ങോട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇതിപ്പം ഏത് ഷേപ്പിലുള്ള പാത്രത്തിലും ഇത് പറ്റും. സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള പാത്രം ഉണ്ടോ, റൗണ്ട് ഷേപ്പോ ഏതായാലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇതങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് വലിച്ചിട്ട് അങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അത് എയർ ടൈറ്റ് ആയിട്ട് അവിടെ അങ്ങ് ഇരുന്നോളൂ. ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കപ്പിലും ഇട്ട് കൊടുക്കാം, പല സൈസിൽ അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിലും അടച്ചു വെക്കാനായിട്ട് പറ്റും. അതിപ്പോൾ പക്ഷേ സ്ക്വയർ പാത്രത്തിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, സൈഡിൽ ചെറുതായിട്ടൊന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു അടപ്പായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഏത് പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരു ഓവൽ ഷേപ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 6 എണ്ണമാണുള്ളത്. ഇപ്പോൾ 6 എണ്ണത്തിനും കൂടെ 225 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൻ്റെ ലിങ്കാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തീർന്നാൽ തന്നെ വേഗം വാങ്ങിച്ചു വെക്കുന്ന ഒരു സംഭവമാണ് സിപ്ലോ കവറാണ്. ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള സിപ്ലോ കവറാട്ടോ. ഇടയ്ക്ക് ഞാൻ പലതും വാങ്ങിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സിപ്ലോ കവറാണ്. നമുക്ക് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ടും പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇതിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് ഈ പച്ചക്കറിയൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 100 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാം, നമുക്ക് കഴുകിയിട്ട് പിന്നെയും യൂസ് ചെയ്യാം. പിന്നെ അത് മോശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രം കളഞ്ഞാൽ മതി. ഇതിപ്പോൾ പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് 8 ഇഞ്ച് ഇൻറ്റു 10 ഇഞ്ച് സൈസിലുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് അടുക്കളയിലൊക്കെ ആവശ്യത്തിനുള്ള ഒരു സൈസ് ഉള്ള സിപ്ലോ കവറാണ്. അതിപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ ഓരോ സൈസ് കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 346 റുപ്പീസാണ്. അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ച സിപ്ലോ കവറാട്ടോ അത്. ഇത് രണ്ടും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇപ്പം കിട്ടുമ്പോൾ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എയർ ടൈറ്റ് അല്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല നീറ്റായിട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു സിപ്ലോ കവറാണ്. ഇനി നമ്മുടെ അടുത്ത ഐറ്റമാണ് ഇത് ഷെൽഫിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതിപ്പം ഞാൻ പുറത്തോട്ട് എടുത്ത് കാണിക്കാം. ഇതിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്, മെറ്റൽ സ്റ്റാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചൂടോടുകൂടി നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം കഴുകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് കുറേ ആയി എൻ്റെ അടുത്ത്, ഇതുവരെയും തുരുമ്പൊന്നും പിടിച്ചിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് തിരിച്ച് കിടത്തി വേണേലും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷെൽഫ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വെക്കാം. ഇപ്പോൾ എനിക്ക് പക്ഷേ കുത്തനെ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ഏറ്റവും മുകളിലത്തെ സ്റ്റീലിൻ്റെ കടായിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലും പിന്നെയും മുകളിൽ കയറ്റി വെക്കാം വേറെ പാത്രങ്ങൾ. അപ്പോൾ കുറച്ച് സ്ഥലത്തിൽ കൂടുതൽ സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ആ സ്റ്റാൻഡ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കുറേ കാലമായി എൻ്റെ കയ്യിൽ അതുണ്ടായിട്ട്. നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞാൽ ചെറിയ അടുക്കളയാണ്. അപ്പം നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എവിടെ വെക്കണം, ഈ കടായിയൊക്കെ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ എല്ലാം അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ലല്ലോ. തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് എവിടെ വെക്കണം എന്നറിയാതെ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം കിട്ടിയത്. അങ്ങനെ പിന്നെ ഉടനെ തന്നെ വാങ്ങിച്ചു. ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു, അത് പക്ഷേ അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിച്ചത് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് കുറേ ആയി ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. എല്ലാ അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നിയോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴുകിയിട്ട് ഉണക്കാനായിട്ടൊക്കെ വെക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സിങ്ക് ഇപ്പം ഏത് വലുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. ഏത് വലുപ്പത്തിലുള്ള സിങ്കിലും ഇത് വെക്കാനായിട്ട് പറ്റും. ഇതിനെ ഇങ്ങനെ വലിക്കാം, വലുതാക്കാം, ചെറുതാക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് കഴുകിയിട്ട് ഇവിടെ തന്നെ അങ്ങ് ഉണക്കാം. സാധാരണ ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രിയൊക്കെ കഴുകിയിട്ട് അവിടെ സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് വെക്കും. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അതിപ്പോൾ നമുക്ക് സിപ്ലോ കവറിലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതിപ്പോൾ സൈഡിൽ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള വേസ്റ്റ് പിന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിവിടെ മുകളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ല ഐറ്റം അല്ലേ, വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. ഇനി നമുക്ക് അടുക്കളയിൽ വളരെയധികം ഉപകാരമുള്ള ഒരു ഐറ്റമാണ് സോപ്പ് ഡിസ്പെൻസർ. ലിക്വിഡ് ഡിഷ് വാഷ് ഇതിനകത്ത് ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 3/4 ഭാഗത്തോളമൊക്കെ ആയിട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് നമുക്കിത് അങ്ങ് അടച്ചു വെച്ച് ഈ ഒരു സ്ക്രബ് ഇതിൻ്റെ മുകളിൽ വെക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ താഴെ നിന്നുള്ള ലിക്വിഡ് മുകളിലോട്ട് അങ്ങ് കയറി വരും. അപ്പം തന്നെ നമുക്ക് അടുത്തങ്ങ് കഴുകി അങ്ങ് എടുക്കാം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 119 രൂപയാണ്. പിന്നെ ഞാൻ ഒരു സംഭവം വാങ്ങിച്ചാൽ അത് ഞാൻ കാണിക്കട്ടെ. ഇത് നല്ലൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ കാണിക്കാണ്. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഇത്. പെട്ടിയിലിട്ട് വെച്ച് കണ്ടിട്ട് വിചാരിക്കേണ്ട പുതിയതാണ്. ഇത് കുറേ ആയി വാങ്ങിച്ചിട്ട്, പക്ഷെ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് അങ്ങ് വെക്കും. വല്ലപ്പോഴല്ലേ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുക്കുള്ളൂ.
ഇതാണ് ഉണ്ണിയപ്പച്ചട്ടി. ഇതിപ്പം അടപ്പും കൂടെ ഉള്ള ടൈപ്പാണ് കേട്ടോ. പണിയാരം ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേണ്ടേ പണിയാരം ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടി. ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ചട്ടി വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചൂട് നടുവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അറ്റത്തോട്ട് ചൂട് അധികം കിട്ടുകയില്ല. അപ്പം നടുവിൽ മാത്രം അങ്ങ് പെട്ടെന്ന് അങ്ങ് ആയി കരിഞ്ഞു പോകും, സൈഡിലുള്ളത് ആവുകയില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നടുവിലുള്ളത് എടുത്ത് പിന്നെ ഏതായി എന്ന് നോക്കണം. ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി നമ്മുടെ ഗ്യാസ് അടുപ്പിനൊക്കെ കറക്റ്റ് സൈസ് ആയിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂട് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ കിട്ടും. ഇതിപ്പോൾ ഒറ്റയടിക്ക് 11 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അടിഭാഗം ഈ ഒരു ഷേപ്പിൽ ആയതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ ഇരുന്ന് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നോളും, ആടി കളിക്കുകയൊന്നുമില്ല. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് 1000 അങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ തീരെ വെയിറ്റ് ഇല്ലാത്ത 300 രൂപയുടെയൊക്കെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട്. ഞാൻ പണ്ട് പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒട്ടും വെയിറ്റ് ഇല്ല. പക്ഷെ അത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അത്രയും കൂടി ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് മാറ്റി ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു ഐറ്റമാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ കൊച്ചു അടുക്കളയിലെ കുറച്ച് കൊച്ചു വിശേഷങ്ങൾ. അടുക്കള ജോലിയൊക്കെ എളുപ്പമാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ച ഐറ്റത്തിൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ഓൾറെഡി ഉള്ള ഐറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ, ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.